അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത നമുക്കിവിടെ സർവേ അറ്റൻഡ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഒരുപാട് പേരെ ഡൗട്ടാണ് സർവേ അറ്റൻഡ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ കൊടുക്കുന്ന ആൻസർ ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആൻസർ കണ്ടിന്യൂറ്റി കറക്റ്റാണ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻസ് ശരിയാണെങ്കിൽ നമുക്ക് ഏതൊരു സർവേ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സർവേ അറ്റൻഡ് ചെയ്താൽ ഇപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യന് ഒരു ആൻസർ കൊടുത്തിട്ട് അടുത്ത ക്വസ്റ്റ്യന് വേറൊരു ആൻസർ കൊടുക്കും. അങ്ങനെ ചെയ്യരുത്. നമ്മളിപ്പോൾ എന്ത് കൊടുക്കണോ അത് തന്നെ വേണം അടുത്ത തവണ അവർ ചോദിക്കുമ്പോൾ സെയിം ആൻസർ കൊടുക്കുക. മാറ്റി കൊടുത്താൽ അവർ നമ്മളെ ഡിസ്കണ്ടിന്യൂ ആക്കി വിടുന്നതാണ്. അതുപോലെ തന്നെ എന്ത് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്താലും യെസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കാർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ജോലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് കൊടുക്കുക. അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്യുക. ഒരിക്കലും നോ എന്നുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവേ ഒക്കെ എളുപ്പത്തിൽ പാസ്സാകാൻ പറ്റുന്നതാണ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്ന സൈറ്റ് ഏതാണെന്ന് വെച്ചാൽ ലൈഫ് പോയിൻ്റ് എന്ന് പറയും. ഇത് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് ക്യാഷ് വിഡ്രോവൽ ചെയ്യുന്ന ഒരു സൈറ്റ് കൂടിയാണ്. അപ്പോൾ സൈറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ലൈഫ് പോയിൻ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. സൈറ്റിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം. അത് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വരുന്ന ആ ഒരു സൈറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അതായത് ഈ പൂക്കളമൊക്കെ ഇട്ടിട്ടുള്ള ഒരു സൈൻ വരുന്ന ഒരു ലൈഫ് പോയിൻ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുത്തേക്കാം. നിങ്ങൾ അത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആസ് യൂഷ്വൽ എല്ലാ സൈറ്റിലും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം, ആദ്യമേ നമ്മൾ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൽ ഐ ഡി വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ സൈനപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മെയിൽ ഐ ഡി പാസ്വേഡ് അങ്ങനെ കൊടുത്തിട്ട് സൈനപ്പ് ചെയ്യാം. അതല്ലാതെ ജിമെയിൽ ഐ ഡി കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് സൈനപ്പ് ചെയ്യാം. നമ്മൾ കൊടുക്കുന്ന മെയിൽ ഏതാണോ അതിലേക്ക് വെരിഫിക്കേഷൻ ലിങ്ക് പോകും. നമ്മളതെന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്യാം. അതിനുശേഷം നമ്മൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻസ് അതൊക്കെ കൊടുത്ത് നമ്മൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന പ്രൊഫൈലിൻ്റെ ബേസിലായിരിക്കും നമുക്ക് സർവേസ് വരിക. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, സ്ഥലമൊക്കെ കൊടുക്കുമ്പം ഒരുപാട് സർവേ കിട്ടാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളൊക്കെ കൊടുക്കുക. എറണാകുളം അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടല്ലോ, കൊച്ചി അങ്ങനത്തെ അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ കൊടുക്കുക. പക്ഷെ കൊടുക്കുന്ന സ്ഥലവും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ കറക്റ്റായിട്ടുള്ളത് കൊടുക്കണമെന്നൊന്നുമില്ല. അപ്പം പിന്നെ നിങ്ങൾ കൊടുക്കുന്ന പിൻകോഡ് എന്തായിരിക്കണം, ഒന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കൊടുക്കുന്ന സ്ഥലത്തിന് മാച്ച് ആകുന്ന പിൻകോഡ് കൊടുക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളത് ഓർത്തിരിക്കാൻ പറ്റുന്നവർ ഓർത്തിരിക്കുക. അല്ലാത്തവർ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ബുക്കിലോ ഒക്കെ എഴുതി വയ്ക്കുക. കാരണം നിങ്ങൾ അടുത്ത തവണ അടുത്ത ഇതിൽ അവർ ഈ പിൻകോഡൊക്കെ അവർ റിപ്പീറ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അപ്പം സർവേയിൽ. അപ്പോൾ നിങ്ങളത് മാറിപ്പോരുത്, അതുപോലെ തന്നെ മറന്നും പോകരുത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ അത് ചെയ്യുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻബോക്സിൽ നമുക്കിങ്ങനെ ഇപ്പം സർവേയുടെ ഓപ്ഷൻസ് ഒക്കെ കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക, ടേക്ക് സർവേ, നമുക്ക് ഇഷ്ടമുള്ള സർവേ എടുക്കുക. അതിനുശേഷം നമ്മൾ ആ സർവേ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ സർവേയുടെ നേരെ പറഞ്ഞിരിക്കുന്ന ആ ഒരു എമൗണ്ട് നമ്മുടെ വാലറ്റിൽ ക്രെഡിറ്റ് ആകുന്നതാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേപ്പാൽ വഴി വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളാണ് ഇതിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇതിൽ നമുക്ക് സൈറ്റായിട്ട് യൂസ് ചെയ്യാം, അതല്ലാതെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് കംഫർട്ടബിൾ അതനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക. എന്താണെങ്കിലും നമ്മൾ പ്രൊസീജിയറൊക്കെ സെയിം തന്നെയാണ്. സൈറ്റിലാണേലും ആപ്ലിക്കേഷനകത്താണേലും
അപ്പം മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ എന്താണ്, നമുക്ക് ഗെയിംസും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് സർവേ ആണ്. സർവേ വെച്ചിട്ട് എന്തിട്ട് ക്യാഷ് ഏൺ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്ക് എമൗണ്ട് വിഡ്രോൾ ചെയ്യാൻ പറ്റുന്നത് പേപ്പാൽ വഴിയായിരിക്കും. പേപ്പാൽ ഓപ്ഷൻ ഉണ്ട്, അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എമൗണ്ട് ഒരു മിനിമം എമൗണ്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു സൈറ്റിൽ ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ട് വിഡ്രോവൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിലും ട്രസ്റ്റ്പാഡിലും ഒക്കെ ലൈഫ് പോയിന്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇപ്പം എന്താണ്, നിങ്ങളുടേതായ രീതിയിൽ അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ട് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, സൈൻ അപ്പ് ചെയ്യുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.